ഹലോ! ഈ പൂവ് എങ്ങനെയുണ്ട്? നമുക്ക് ഇന്ന് ഈ പൂവ് ഉണ്ടാക്കണത് എങ്ങനെയെന്ന് കണ്ടാലോ? ആദ്യം തന്നെ അതിൻ്റെ സ്റ്റെം ഉണ്ടാക്കണം നോക്കണം. അതിലാണ് ഈ മെക്കാനിസം ഒക്കെ ഉള്ളത്. പൂ തുറക്കുകയും അടയ്ക്കുകയൊക്കെ ചെയ്യുന്നതിൻ്റെ മെക്കാനിസം. അപ്പോൾ അതിനായിട്ട് കളേർഡ് ആയിട്ടുള്ള A4 സൈസ് പേപ്പർ എടുത്തിട്ട് ഹാഫ് ആക്കി മുറിച്ചിട്ട് അത് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതുപോലുള്ള നീളത്തിലുള്ള ഒരു സ്ട്രിപ്പ് എടുത്തിട്ട് അതിൻ്റെ ചുറ്റും ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കണം. പക്ഷേ ഈ സ്ട്രിപ്പ് ഈ സ്റ്റിക്കിൽ ഒട്ടാൻ പാടില്ല. അതിങ്ങനെ റിങ് പോലെ അതിൻ്റെ ചുറ്റും ഇങ്ങനെ കിടക്കണം. ഇങ്ങനെ മുകളിലോട്ടും താഴത്തോട്ടും ആക്കാൻ പറ്റുന്ന രീതിയിൽ വേണം അത് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് ഇതേപോലെ വേറെ 4 സ്ട്രിപ്പും കൂടി എടുക്കണം. പക്ഷേ ഇതിന് കുറച്ചും കൂടി കട്ടി വേണം. അതിനായിട്ട് ഞാൻ 3ഓ 4ഓ ലെയർ പേപ്പർ ഒരുമിച്ച് ഒട്ടിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇത് ഫുള്ള് അതിന് ചുറ്റും ഒട്ടിച്ച് കൊടുക്കണം, ഈ 4 എണ്ണം. പിന്നെ വേറെ ഒരു സ്ട്രിപ്പും കൂടി എടുത്തിട്ട് അതിന് ചുറ്റും ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കണം. ഇത് കുറച്ച് സെക്യൂർഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഒട്ടിക്കുന്നത്. ഇല്ലെങ്കിൽ ഇത് പോവാൻ നല്ല ചാൻസ് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ 4 സ്ട്രിപ്പും കൂടി ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഈ സെയിം കട്ടി തന്നെ വേണം. അത് ഇതിൻ്റെ ചുറ്റും ഇതുപോലെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അറ്റത്തോട്ട്. അത് കഴിഞ്ഞിട്ട് അതും ഇതുപോലെ ഒരു സ്ട്രാൻഡ് കട്ട് ചെയ്തിട്ട് സെക്യൂർഡ് ആക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതേ കാണുന്ന പോലെ ഈ താഴത്തേൻ്റെ അറ്റം എടുത്തിട്ട് പൊക്കത്തേൻ്റെ നടുക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കണം. എല്ലാം ഇതുപോലെ അതിൻ്റേതായ നേരെ കാണുന്ന ആ സ്ട്രാൻഡിൽ ഒട്ടിച്ച് കൊടുക്കുമ്പോൾ ഇത് റെഡിയാകും. ഇതിങ്ങനെ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം. അത് കഴിഞ്ഞിട്ട് ഇനി പെറ്റൽസ് ഉണ്ടാക്കിയെടുക്കണം. പെറ്റൽസ് ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ്. ഒരു ടിഷ്യൂ പേപ്പർ എടുക്കുക, അതിൽ ഇതുപോലെ പെറ്റലിൻ്റെ ഷേപ്പ് വരച്ചെടുക്കണം. ഇത് ഞാൻ വലുത് ചെറുത് അതിൻ്റെ ചെറുത് എന്ന രീതിയിൽ ഇങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ റെഡ് കളറ് എടുത്തിട്ട് അതിൻ്റെ അറ്റത്തോട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കണം. കുറച്ച് വെള്ളം കൂടി ചേർത്ത്, കുറച്ചധികം വെള്ളം ചേർത്തിട്ട് ഇങ്ങനെ അറ്റത്തോട്ട് സ്പ്രെഡ് ചെയ്തെടുക്കണം. ആദ്യം ഞാൻ ഈ റെഡ് അടിച്ച് കൊടുത്ത്, പക്ഷേ അതാദ്യം ശരിയാവാത്ത കൊണ്ട് പിന്നെയും ഞാൻ രണ്ടാമത് വെട്ടിയെടുത്തിട്ട് അതിൽ ഒരു ലൈറ്റ് പിങ്ക് കളറാണ് അടിച്ച് കൊടുത്തത്. ഇപ്പോൾ ഇതിൽ കാണുമ്പോൾ റെഡ് കളറായിരിക്കും, പക്ഷേ ഞാൻ ശരിക്കും വെക്കുന്നത് പിങ്ക് കളറാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ടിഷ്യൂ പേപ്പർ തന്നെ കുനുകുന ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ അറ്റത്ത് യെല്ലോ അടിച്ചു കൊടുക്കണം. അതിൻ്റെ ഒരു ആ പൂമ്പൊടിയുടെ ആ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ തന്നെ ഇതിൻ്റെ അറ്റം ഒന്ന് പിരിച്ച് കൊടുക്കണം. എല്ലാം ഇതുപോലെ ചെയ്തിട്ട് ഒരുമിച്ച് വെച്ച് ഇതുപോലെ ചുറ്റിയെടുക്കുകയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ ഫ്ലവേഴ്സിൻ്റെ ആ പെറ്റൽ ഉണങ്ങി കഴിഞ്ഞപ്പോൾ അത് ഒന്നെടുത്ത് വെച്ച്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ പിങ്ക് കളറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിലും കൂടി ഞാനിതിൻ്റെ അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഓരോന്നോരോന്നായിട്ട് ഇതുപോലെ അറേഞ്ച് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം ആ പൂമ്പൊടിയും കൂടി വെച്ച് കൊടുത്താൽ നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയി കഴിയും. ഇതുപോലെ തുറക്കുകയും അടയ്ക്കുകയും ഒക്കെ ചെയ്യാം. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ വീഡിയോ. താങ്ക്